ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വീട്ടിലേക്ക് സ്വാഗതം. നമുക്കൊന്നൊരു അടിപൊളി മുട്ട റെസിപ്പിയുടെ വീഡിയോ നോക്കിയിട്ട് വരാം കേട്ടോ. ചപ്പാത്തിക്കും ചോറിനും ഒക്കെ പറ്റിയ ഒരു ഈസി റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ്. നമുക്കിത് വേഗത്തിൽ തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ. ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ നോക്കിയിട്ട് വരാം. അതിനായിട്ടൊരു പാൻ വെച്ചിട്ട് ഒരു സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ചൂടാകുമ്പോൾ ഒരു വലിയ ഉള്ളി കട്ട് ചെയ്ത് അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 2 പച്ചമുളക് കട്ട് ചെയ്തത്, 5 വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തത് അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നല്ലപോലെ വഴറ്റി ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ വേണം നമുക്കിത് വഴറ്റിയെടുക്കാനായിട്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി വരട്ടെ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ട മുട്ടയൊന്ന് റെഡിയാക്കി എടുക്കാം. ഒരു 3 മുട്ട ഞാൻ അതുപോലെ ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി അതിനെ 2ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതെല്ലാം മുട്ടയും ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, 3/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് ഈ മസാല ഓരോ മുട്ടയിലും നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. ഞാനിത് എല്ലാ മുട്ടയും ഇതുപോലെ മസാല തേച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഉള്ളിയൊക്കെ നല്ലപോലെ വഴറ്റി ഏകദേശം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 1/4 ടീസ്പൂണ് ഉപ്പ് ഇത് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കൂടെ ഒന്ന് വഴറ്റിയിട്ട് ആ മുളക് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ് അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഓയിൽ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മസാല തേച്ച മുട്ടകളുണ്ടല്ലോ അതൊക്കെ ഇതുപോലെ ഒന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു സൈഡ് നല്ലപോലെ മൊരിഞ്ഞ് വരണം. ഏകദേശം നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഈ മുട്ടയൊക്കെ ഒന്ന് പതുക്കെ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇനി മറ്റേ സൈഡ് നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് വരണം. എന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് മല്ലിയില അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഉള്ളിയും മുട്ടയും മല്ലിയിലയും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ഇതാണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഒരു അടിപൊളി മുട്ട റെസിപ്പി തയ്യാറായിട്ടുണ്ട്. നമുക്കിത് വേഗത്തിൽ തയ്യാറാക്കിയെടുക്കാം. ചപ്പാത്തിക്കും ചോറിനും ഗീ റൈസിനൊക്കെ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാട്ടോ. ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.